ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 സെപ്റ്റംബർ 28 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. ജെൻസോൾ എഞ്ചിനീയറിംഗ്, മാട്രിക്സ് ഗ്യാസ് ആൻഡ് റിന്യൂവബിൾസ് കമ്പനികൾക്ക് രാജ്യത്തെ ആദ്യ ബയോ ഹൈഡ്രജൻ പദ്ധതി വികസിപ്പിക്കുന്നതിനുള്ള കരാർ കേന്ദ്ര സർക്കാർ നൽകി. 164 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുക. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷനുമായി സംയോജിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. ജൈവ മാലിന്യങ്ങളിൽ നിന്നുണ്ടാവുന്ന ഹൈഡ്രജനാണ് ബയോ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത്. കാർഷിക അവശിഷ്ടങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, വ്യാവസായിക മാലിന്യങ്ങൾ എന്നിവയാണ് ബയോ ഹൈഡ്രജന്റെ പ്രധാന സ്രോതസ്സുകൾ. പ്രതിദിനം 25 ടൺ ജൈവ മാലിന്യങ്ങളിൽ നിന്ന് 1 ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനമാണ് ലക്ഷ്യമിടുന്നത്. ബയോ ഫോട്ടോളിസിസ്, അഴുകൽ പ്രക്രിയ എന്നിവയിൽ നിന്നാണ് പരമ്പരാഗതമായി ബയോ ഹൈഡ്രജൻ നിർമ്മിക്കുന്നത്. ജെൻസോൾ എഞ്ചിനീയറിംഗ് പ്ലാസ്മ ഇൻഡ്യൂസ്ഡ് റേഡിയൻ എനർജി ബേസ് ഗ്യാസിഫിക്കേഷൻ എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാവും പദ്ധതിയിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിക്കുക. പാരീസ് പാരാലിമ്പിക്സിൽ മെഡലുകളുടെ എണ്ണത്തിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യൻ സംഘം. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവുമടക്കം 29 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. പാരാലിമ്പിക്സിലെ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച മെഡൽ നേട്ടമാണിത്. 2021 ടോക്കിയോ ഗെയിംസിൽ 19 മെഡലുകളാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണത്തെ 24-ാം സ്ഥാനത്ത് നിന്ന് ഇത്തവണ 18-ാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു. 94 സ്വർണമടക്കം 220 മെഡലുകളുമായി ചൈന 1-ാം സ്ഥാനത്തെത്തിയപ്പോൾ 49 സ്വർണമടക്കം 124 മെഡലുകളുമായി ബ്രിട്ടൻ 2-ാമതെത്തി. സമാപന ചടങ്ങിൽ ആർച്ചറി താരം ഹർവിന്ദർ സിംഗും പാരാ അത്ലറ്റിക്സ് താരം പ്രീതി പാലും ഇന്ത്യൻ പതാക വഹിച്ചു. 2028 US-ലെ ലോസ് ഏഞ്ചലസിലാണ് അടുത്ത ഗെയിംസിന്റെ വേദി. മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിക്കാനുള്ള ആദ്യ സ്വകാര്യ ദൗത്യമായ പൊളാരിസ് ഡോൺ വിജയകരം. 6 ദിവസം നീണ്ടുനിന്ന ദൗത്യത്തിൽ സെപ്റ്റംബർ 12-ന് വ്യവസായിയും ശതകോടീശ്വരനുമായ ജാരേദ് ഐസക് മാൻ, സാറ ഗിൽസ് എന്നിവരാണ് ഭൂമിയിൽ നിന്ന് 700 കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശത്ത് നടന്നത്. ഇതാദ്യമായാണ് പ്രൊഫഷണലുകളില്ലാതെ വ്യക്തികൾ ബഹിരാകാശത്ത് നടക്കുന്നത്. സെപ്റ്റംബർ 10-ന് ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് 4 പേരടങ്ങുന്ന ദൗത്യസംഘം ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചത്. ഫ്ലോറിഡയിലെ കെനഡി ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റായിരുന്നു വിക്ഷേപണത്തിനുപയോഗിച്ചത്. ജാരേദ് ഐസക് മാൻ, സാറ ഗിൽസ് എന്നിവർക്കു പുറമെ അന്ന മേനോൻ, സ്കോട്ട് പൊഡിറ്റ് എന്നിവരും ദൗത്യത്തിന്റെ ഭാഗമായി. ഭൂമിയിൽ നിന്ന് 1367 കിലോമീറ്റർ അകലെ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലായിരുന്നു ക്രൂ ഡ്രാഗണിന്റെ സഞ്ചാരം. താഴ്ന്ന ഭൂഗുരുത്വത്തിൽ മനുഷ്യ ശരീരത്തിന്റെ പ്രതികരണം, പേടകത്തിലെ വികിരണങ്ങളുടെ തോത് കണക്കാക്കൽ തുടങ്ങിയ ഗവേഷണങ്ങൾ ദൗത്യത്തിന്റെ ഭാഗമായി നടന്നു. ഇന്ത്യൻ വംശജനും US വ്യോമസേനയിൽ പൈലറ്റുമായ അനിൽ മേനോനാണ് അന്നയുടെ ഭർത്താവ്. 2024 US ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ ഇറ്റാലിയൻ താരമായ യാനിക് സിന്നർ ജേതാവായി. ഫൈനലിൽ അമേരിക്കൻ താരമായ ടെയ്ലർ ഫ്രിറ്റ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. ലോക 1-ാം നമ്പറും 1-ാം സീഡുമാണ് സിന്നർ. US ഓപ്പണിൽ 2006-ന് ശേഷം ആദ്യമായി ഫൈനലിൽ കളിക്കുന്ന താരമാണ് ടെയ്ലർ ഫ്രിറ്റ്സ്. വനിതാ വിഭാഗത്തിൽ ബെലാറസിന്റെ ലോക 2-ാം നമ്പർ താരം ആര്യാന സബലങ്കയാണ് ജേതാവ്. US-ന്റെ ജെസിക്ക പെഗുലയെ ഡൈബ്രേക്കറിലാണ് താരം പരാജയപ്പെടുത്തിയത്.
സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്തു. സുപ്രീം കോടതിയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ പതാകയും ചിഹ്നവും പുറത്തിറക്കിയത്. നീല നിറത്തിലുള്ള പതാകയിൽ അശോക ചക്രം, സുപ്രീം കോടതി കെട്ടിടം, ഇന്ത്യൻ ഭരണഘടനയുടെ പുസ്തകം എന്നിവയാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. നീതിയുടെയും ജനാധിപത്യത്തിന്റെയും പ്രതീകമാണ് പുതിയ പതാക. ഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് പതാക രൂപകൽപ്പന ചെയ്തത്. ക്രോസ് ടേബിൾ ഫ്ലാഗ്, സിംഗിൾ ടേബിൾ ഫ്ലാഗ്, പോൾ ഫ്ലാഗ്, വുഡൻ ഫ്രെയിം എന്നിങ്ങനെ വിവിധ ഡിസൈനുകളിൽ പതാക നിർമ്മിക്കും. 2 മാസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇല്ലാതെ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകം ഭൂമിയിൽ തിരിച്ചെത്തി. സെപ്റ്റംബർ 7 പുലർച്ചെ 3:30 ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ട പേടകം രാവിലെ ഇന്ത്യൻ സമയം 9:31 ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിലാണ് ഇറങ്ങിയത്. സ്വയം നിയന്ത്രിത മോഡൽ 400 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് 6 മണിക്കൂർ സമയമെടുത്താണ് പേടകം ഭൂമിയിലെത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് 23ാം നിയമ കമ്മീഷനെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. 22ാം നിയമ കമ്മീഷന്റെ കാലാവധി ഓഗസ്റ്റ് 31 അവസാനിച്ചിരുന്നു. പുതിയ പാനലിൽ ഒരു മുഴുവൻ സമയ ചെയർപേഴ്സണും മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെ 4 മുഴുവൻ സമയ അംഗങ്ങളും ഉണ്ടാവും. 22ാം കമ്മീഷന്റെ അധ്യക്ഷനായ ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥിയെ ലോക്പാലിൽ അംഗമായി നിയമിച്ചിരുന്നു. 2024 സെപ്റ്റംബർ 1 മുതൽ 2027 ഓഗസ്റ്റ് 31 വരെയാണ് കമ്മീഷന്റെ കാലാവധി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 2015 മുതൽ തുടർച്ചയായി 3 തവണ പാർട്ടി ജനറൽ സെക്രട്ടറിയായി. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. 1973 ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ MA-ക്ക് പഠിക്കുമ്പോഴാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കെത്തുന്നത്. 32 വർഷമായി പോളിറ്റ് ബ്യൂറോ അംഗമാണ്. തെക്കേ അമേരിക്കൻ രാജ്യമായ പെറുവിന്റെ മുൻ പ്രസിഡന്റായ ആൽബർട്ടോ ഫ്യൂജിമോറി അന്തരിച്ചു. ജാപ്പനീസ് വംശജനായ ഫ്യൂജിമോറി 1990 മുതൽ 2000 വരെയാണ് പെറു ഭരിച്ചത്. തുപാക് അമാറു, ഷൈനിങ് പാത്ത് മുതലായ ഇടതുവിമത സംഘടനകൾക്കെതിരെയായ ഭീകരവിരുദ്ധ പോരാട്ടങ്ങളാണ് ഫ്യൂജിമോറിയെ ശ്രദ്ധേയനാക്കിയത്. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി. ഉത്തരം നശ്മുക് ഭാരത് അഭിയാൻ. 45 വർഷത്തിനു ശേഷം ഏത് രാജ്യം സന്ദർശിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി? ഉത്തരം പോളണ്ട്. 2024 ഓഗസ്റ്റിൽ അമേരിക്കയിൽ സ്ഥാപിച്ച ഹനുമാന്റെ പ്രതിമ. ഉത്തരം സ്റ്റാച്യു ഓഫ് യൂണിയൻ. മസ്തിഷ്കാഘാതം സംഭവിച്ചവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ മദ്രാസ് IIT-യും വെല്ലൂർ ക്രിസ്ത്യൻ കോളേജും വികസിപ്പിച്ച ഫിസിയോതെറാപ്പിസ്റ്റ് റോബോട്ട്. ഉത്തരം പ്ലൂട്ടോ. അടുത്തിടെ ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം. ഉത്തരം ഷിവേലൂച്ച്. ടെക് കമ്പനിയായ ആപ്പിളിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ. ഉത്തരം കെവിൻ പരേഖ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ. ഉത്തരം B. ശ്രീനിവാസൻ. ഇതോടെ 2024 സെപ്റ്റംബർ 28 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറന്റ് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.